ഹായ്, ഈ വീഡിയോയിൽ നമുക്ക് Zomato Proയിലുള്ള ടാബ്സ് ആൻഡ് ഫയൽ ഫീച്ചർ എന്താണെന്ന് നോക്കാം. ടാബ്സ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നോർമൽ വാട്സപ്പിൽ ഇവിടെ കാണാം ഓൾ, അൺറീഡ്, ഫേവറേറ്റ്, ഗ്രൂപ്പ്സ്, ലാബിൾസ് അങ്ങനെയൊക്കെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കാണാം. അപ്പൊ നമുക്ക് നമ്മുടെ കോൺടാക്ട്സിനെ അൺറീഡ് ആയിട്ടുള്ള കോൺടാക്ട്സിനെ കാറ്റഗറൈസ് ചെയ്യാം, അതുപോലെ തന്നെ ഫേവറേറ്റ്സ് കാറ്റഗറൈസ് ചെയ്യാം, ഗ്രൂപ്പ്സിനെ കാറ്റഗറൈസ് ചെയ്യാം. ഇതിനൊക്കെയുള്ള ഓപ്ഷൻസ് ആണ് ടാബ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് Zomato Proയിലും ഡിഫറെന്റ് ടാബ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യാം. അവരുടെ സെയിൽസ് സ്റ്റേജസിനനുസരിച്ച് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സിന്റെ ടാബ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനകത്തേക്ക് നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ അങ്ങനെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ടാബ്സിൽ ആഡ് ചെയ്യുന്നത് റിമൂവ് ചെയ്തത് അതിന്റെ ട്രിഗേഴ്സിനനുസരിച്ച് നമുക്ക് കസ്റ്റമേഴ്സിന് മെസ്സേജ് അയക്കാനും കൂടി പറ്റും. ഫോളോ അപ്പ് മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമുക്കിവിടെ ടാബ്സ് ക്രിയേറ്റ് ചെയ്തതിനായി ഇവിടെ നമുക്ക് ആഡ് ഫണൽ ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ നമുക്ക് ക്രിയേറ്റ് എ നെയിം ഫോർ ദ ന്യൂ ടാബ് കാണാം. അപ്പൊ നമുക്ക് ഏതൊക്കെ സ്റ്റേജസ് ബേസ്ഡ് ആയിട്ടാണോ ഏതൊക്കെ ക്രൈറ്റീരിയ ബേസ്ഡ് ആയിട്ടാണോ നമ്മുടെ കസ്റ്റമേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ടാബ്സിന്റെ നെയിം നമുക്ക് ഇവിടെ കൊടുക്കാം. ഞാനിവിടെ കസ്റ്റമേഴ്സിനെ അവരുടെ സെയിൽസ് സ്റ്റേജസിനനുസരിച്ച് അതായത് ന്യൂ കസ്റ്റമർ, അതുപോലെ തന്നെ ഡിസ്കഷൻ കംപ്ലീറ്റഡ്, അതുപോലെ നമുക്ക് പേയ്മെന്റ് കംപ്ലീറ്റഡ്, ദെൻ ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേയ്മെന്റ് വെരിഫൈഡ് ആയിട്ടുള്ളത്, അതുപോലുള്ള നമുക്ക് ഡിഫറെന്റ് സ്റ്റേജസ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ന്യൂ കസ്റ്റമർ ടാബ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാനിപ്പോൾ ന്യൂ കസ്റ്റമർ ടാബ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ഡിസ്കഷൻ കംപ്ലീറ്റഡ് ഒരു ടാബ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് പേയ്മെന്റ് പെൻഡിങ്, ലാസ്റ്റ്, ക്ലോസ്ഡ്. സോ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടാബ്സ് സെയിൽസിന്റെ സ്റ്റേജസ് റിലേറ്റഡ് ആയിട്ടാണ്. നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് ന്യൂ കസ്റ്റമർ ആണ്, ദെൻ ഡിസ്കഷൻ കംപ്ലീറ്റഡ്, പേയ്മെന്റ് പെൻഡിങ്, ക്ലോസ്ഡ്. അപ്പൊ നമുക്കിവിടെ ഡിഫറെന്റ് ടാബ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു, അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കോണ്ടാക്റ്റിനെ ഒരു ന്യൂ കസ്റ്റമർ ആണെങ്കിൽ അവരെ ന്യൂ കസ്റ്റമർ ടാബിന്റെ തൊട്ട് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഇത് ഞാൻ ക്ലിക്ക് ചെയ്തു. നമുക്ക് ഇവിടെ ഈ ഒരു ഐക്കൺ കാണാം, ടാബ്സ്. അപ്പൊ ഈ ഒരു കോണ്ടാക്ട് ന്യൂ എൻക്വയറി ആണെങ്കിൽ നമുക്ക് ന്യൂ കസ്റ്റമർ ടാബിന്റെ തൊട്ട് ആഡ് ചെയ്യാം. ഒരു ന്യൂ കസ്റ്റമർ ടാബിന്റെ തൊട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കസ്റ്റമർ ഡിസ്കഷൻ കംപ്ലീറ്റഡ് ആണെങ്കിൽ അവരെ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പോ ഈ ഒരു കസ്റ്റമർ നമുക്ക് ന്യൂ കസ്റ്റമർ ആണെങ്കിൽ ഇവിടെ നമുക്ക് ന്യൂ കസ്റ്റമർ ടാബിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇതിനനുസരിച്ച് നമുക്കിവിടെ ന്യൂ കസ്റ്റമേഴ്സ് ആരൊക്കെയുണ്ട്, അതുപോലെ ഡിസ്കഷൻ കംപ്ലീറ്റഡ് ആരൊക്കെയുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കൗണ്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഡിഫറെന്റ് ടാബ്സിന്റെ കൗണ്ട്സ്, അതിലുള്ള കോണ്ടാക്ട്സിന്റെ കൗണ്ട്സ്. അപ്പൊ ഇവിടെ ന്യൂ കസ്റ്റമർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള കോണ്ടാക്ട്സ് നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഓൾ ക്ലിക്ക് ചെയ്താൽ എല്ലാ കോണ്ടാക്ട്സും ഇവിടെ ഡിസ്പ്ലേ ആവും. ഡിസ്കഷൻ കംപ്ലീറ്റഡ് ആണെങ്കിൽ അങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മൾ ഇവിടെ ഈ ഒരു കോണ്ടാക്റ്റിന് ഇവിടെ ആഡ് ചെയ്തതിനനുസരിച്ച് ഇവിടുന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്തതിനനുസരിച്ച് ഈ കോണ്ടാക്ട് നമുക്ക് ഫോളോ അപ്പ് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ന്യൂ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഒരു 3 days കഴിഞ്ഞിട്ട് ഒരു ഫോളോ അപ്പ് അയക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡിസ്കഷൻ കംപ്ലീറ്റഡ് ആണെങ്കിൽ അവർക്ക് ഡിസ്കഷൻ കംപ്ലീറ്റഡ് ടാബിനകത്തോട്ടേക്ക് ആഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഓഫർ ഒരു ഫോളോ അപ്പ് മെസ്സേജ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ പേയ്മെന്റ് പെൻഡിങ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ പേയ്മെന്റ് പെൻഡിങ് ടാബിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ അവർക്ക് നമുക്ക് പേയ്മെന്റ് പെൻഡിങ് ആണെന്ന ഒരു നോട്ടിഫിക്കേഷൻ മെസ്സേജ് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ക്ലോസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു താങ്ക് യു നോട്ട്, ഒരു ഫോളോ അപ്പ് മെസ്സേജ് സെറ്റ് ചെയ്യാം. അതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ളവർക്ക് ഒരു 1 month കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ ഫീഡ്ബാക്കോ അവരുടെ ഫോളോ അപ്പോ റിലേറ്റഡ് ആയിട്ട് നമുക്ക് അതിനുള്ള മെസ്സേജ് സെറ്റ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു ടാബ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യാനും അതുപോലെ അവർക്ക് ഫോളോ അപ്പ് മെസ്സേജ് അയക്കാനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അതിൽ നമുക്കിവിടെ സെറ്റിംഗ്സിൽ തന്നെ ഇവിടെ നമുക്ക് ആഡ് ഓർ റിമൂവ് കോണ്ടാക്ട്സ് ടാബിലേക്ക് കോണ്ടാക്ട്സിനെ ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇമ്പോർട്ട് കോണ്ടാക്ട്സ് ഫ്രം എ ലാബിൾ, നമുക്കിപ്പോൾ ഡിഫറെന്റ് ലാബിൾസ് കൊടുത്തിട്ടുള്ള കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ അവരെ ഇതിനകത്തോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കോണ്ടാക്ട്സിനെ വേറെ ടാബിനകത്തോട്ടേക്ക് കോപ്പി ചെയ്യാം. നമുക്ക് കോണ്ടാക്ട്സ് എക്സ്പോർട്ട് ചെയ്യാം, എഡിറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും അതിന് ന്യൂ ടാബ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് ഇവിടുന്ന് നമുക്ക് ടാബ് കോൺഫിഗറേഷൻ അവൈലബിൾ ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ കസ്റ്റമർ, ഡിസ്കഷൻ കംപ്ലീറ്റ് നമ്മുടെ ടാബ്സ് ഇവിടെ കാണാം. അത് ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഇവിടെയും അവൈലബിൾ ആണ്. അതുപോലെ ഇവിടെ ഒരു ഫണൽ ഫിൽട്ടർ ഓപ്ഷൻ കാണാം. ഇത് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട ടാബ്സിന്റെ റിലേറ്റഡ് ആയിട്ടാണോ അതുപോലെ നമുക്ക് ലാബിൾസ് ആയിട്ടാണോ അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വ്യൂ ഇവിടെ നമുക്ക് ഹൈഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ ഹൈഡ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ലാബിൾസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലാബിൾസ് റിലേറ്റഡ് ആയിട്ടാണ് ഇവിടെ വരിക. ഇതിലിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലാബിൾസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമായിട്ട് വന്ന ലാബിൾസും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിക്ക് നമുക്ക് കസ്റ്റമേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഹൈഡ് വ്യൂ ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു ടാബ്സ് അതുപോലെ ലാബിൾസ് വ്യൂ ഒക്കെ ഇവിടെ ഹൈഡ് ആയി നമുക്ക് ടാബ്സ് ആണ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇവിടെ ടാബ്സ്. അപ്പൊ ഇതിനനുസരിച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനാണ് ഒരു ഫണൽ ഫിൽട്ടർ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്കൊരു കോണ്ടാക്റ്റിനെ ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു ഇവിടുന്ന് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് കൊടുത്താലും മതി. റിമൂവ് ആയിട്ടുണ്ട്, ആ ഒരു കസ്റ്റമർ അതിനകത്ത് റിമൂവ് ആയി. സോ നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഫോളോ അപ്പ് മെസ്സേജ് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കാം.
നമുക്കിവിടെ ഈ ഒരു സൈഡ് ബാറിൽ തന്നെ ഈ ഒരു ഐക്കണിൽ ഫോളോ അപ്പ് ഫീച്ചർ കാണാം. ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇവിടെ നമുക്കൊരു ഫോളോ അപ്പ് നെയിം കൊടുക്കാം. ഞാനിവിടെ ന്യൂ കസ്റ്റമർ ഫോളോ അപ്പ് ഒരു നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി ഏത് ടാബ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോളോ അപ്പ് മെസ്സേജ് അയക്കുന്നത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തു. ന്യൂ കസ്റ്റമർ ടാബ് റിലേറ്റഡ് ആയിട്ടാണ്. സോ നമുക്ക് അടുത്തത് ഫോളോ അപ്പ് ട്രിഗർ ഉണ്ട്. ഫോളോ അപ്പ് ട്രിഗർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 3 ഡിഫറെന്റ് റൂൾസ് കാണാം. ട്രിഗർ ഇമ്മീഡിയറ്റ്ലി അപ്പോൺ എൻ്ററിംഗ് ദ ഫണൽ, ട്രിഗർ ഇമ്മീഡിയറ്റ്ലി അപ്പോൺ ലീവിംഗ് ദ ഫണൽ, ട്രിഗർ ആഫ്റ്റർ എ ഡിഫൈൻഡ് ടൈം. നമുക്കിത് ട്രിഗർ ഇമ്മീഡിയറ്റ്ലി അപ്പോൺ എൻ്ററിംഗ് ദ ഫണൽ എന്ന് പറയുമ്പോൾ ആ ഒരു ടാബിനകത്തോട്ടേക്ക് ആഡ് ചെയ്യുമ്പോൾ പോകുന്നൊരു ഫോളോ അപ്പ് മെസ്സേജ് ആണ്. അതുപോലെ തന്നെ ട്രിഗർ ഇമ്മീഡിയറ്റ്ലി അപ്പോൺ ലീവിംഗ് ദ ഫണൽ എന്ന് പറയുമ്പോൾ ആ ഒരു ടാബിനകത്ത് റിമൂവ് ചെയ്യുമ്പോൾ എന്നാണ്. അതല്ലാതെ ട്രിഗർ ആഫ്റ്റർ എ ഡിഫൈൻഡ് ടൈം. ഇവിടെ നമുക്ക് ആഫ്റ്റർ എ ഡിഫൈൻഡ് ടൈം എന്ന് പറയുമ്പോൾ എത്ര ദിവസം കഴിഞ്ഞ് ഏത് ടൈമിലാണ് ഇത് സെൻഡ് ചെയ്യുന്നത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ഈ ഒരു ഇതിൽ ഇപ്പോൾ ട്രിഗർ ഇമ്മീഡിയറ്റ്ലി അപ്പോൾ എൻ്ററിംഗ് ദ ഫണ്ടാണ് കൊടുക്കുന്നത്. അതായത് ടാബിലത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ട്രിഗർ ആവാൻ വേണ്ടിയിട്ട്. ദെൻ ഫോളോ അപ്പ് ആക്ഷൻ. ഇവിടെ നമുക്ക് ആഡ് ആക്ഷനിൽ ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോ, ഓഡിയോ, ഡോക്യുമെന്റ്സ്, ക്വിക്ക് റെസ്പോൺസ്, അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇവിടെ കാണാം. അതുപോലെ തന്നെ ലിങ്ക് വിത്ത് ബാനർ, CRM ടാബ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ലാബൽസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ടൈമേഴ്സ്, നമുക്കത് ഓഡിയോ ആണെങ്കിൽ നമുക്ക് ഓഡിയോ റെക്കോർഡിംഗ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈപ്പിംഗ് ഇൻഡിക്കേറ്റർ ഉണ്ട്. നമ്മൾ മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്യണമെങ്കിൽ അത് ടൈപ്പിങ്ങിന് അവിടെ അവർക്ക് നോട്ടിഫിക്കേഷൻ കാണിക്കും. അത് നമുക്കിവിടെ യൂട്ടിലിറ്റീസ് നമുക്ക് പിൻ ചെയ്യാനും അൺപിൻ ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഞാനിവിടെ ഇപ്പൊ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഈ ഒരു ആക്ഷനിൽ ടെക്സ്റ്റ് മെസ്സേജ് എടുത്തു. ഇവിടെ ഒരു വെൽക്കം മെസ്സേജ് ന്യൂ കസ്റ്റമറിന് ആ ഒരു ടാബിനകത്തോട്ടേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരു വെൽക്കം മെസ്സേജ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ട്രിഗർ റൂൾസ് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഒരു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 റൂൾസ് കാണും. ഫോളോ അപ്പ് റിലേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ഓൾറെഡി ക്ലയന്റ് റെസ്പോണ്ട് ആയിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ ഗ്രൂപ്പ്സിൽ റിപ്ലൈ ചെയ്യാനത്, ഡിസേബിൾ സിഗ്നേച്ചർ, അതായത് നമുക്ക് സിഗ്നേച്ചർ റിലേറ്റഡ് ആയിട്ട് ഡിസേബിൾ ചെയ്യാനൊക്കെ ഉള്ളതും. അപ്പൊ നമുക്ക് നമ്മുടെ ബിസിനസ്സിനനുസരിച്ച് ഈ ഒരു റൂൾസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. then ഇവിടെ ക്രിയേറ്റ് കൊടുക്കാം. ഈ ഒരു ഫോളോ അപ്പ് മെസ്സേജ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്കിത് ഫ്യൂച്ചറിൽ നമുക്ക് ഇത് ഡീആക്ടിവേറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോളോ അപ്പിന് സെൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആക്ടിവേറ്റ് ഉള്ളത് ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എനാബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ദെൻ നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു കോണ്ടാക്റ്റിനെ ന്യൂ കസ്റ്റമർ ടാബിനകത്തോട്ടേക്ക് ആഡ് ചെയ്യാണ്. ആ ഒരു മെസ്സേജ് ഇവിടെ സെൻഡ് ആയിട്ടുണ്ട്. ആ ഒരു ടാബിനകത്തോട്ടേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു ട്രിഗർ നമ്മൾ അവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു ടൈമിൽ തന്നെ ഒരു ഫോളോ അപ്പ് മെസ്സേജും സെൻഡ് ആയി. സോ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യാനുള്ള ആവശ്യത്തിനനുസരിച്ച് ഡിഫറെന്റ് ടാബ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഫോളോ അപ്പ് മെസ്സേജും അയക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ ആണ്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഫോളോ അപ്പ് അയക്കാനും അവരെ കാറ്റഗറൈസ് ചെയ്യാനും ഒക്കെ വേണ്ടി ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.